ഏവർക്കും ദേവതാ അറിവിലേക്ക് സ്വാഗതം. വിഷുക്കൈനീട്ടം ആർക്ക്, എപ്പോൾ, എന്തിനു നൽകണം? ഇതൊക്കെ നമുക്ക് നോക്കാം. വിഷുക്കാലം വന്ന് അടുക്കുകയാണ്. കൊന്നപ്പൂക്കൾ നിറഞ്ഞ വഴികൾ പുതിയൊരു വിഷുക്കാലത്തെ വരവേൽക്കുകയാണ് ഇപ്പോൾ. നാം എല്ലാവരും ആ ദിവസങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മലയാള പുതുവർഷത്തെ ആദ്യ ദിനമായ മേടമാസം 1-ാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയാണല്ലോ വിഷുക്കണി. വിഷുദിനത്തിൽ കണി കണ്ടതിന് ശേഷം കാരണവന്മാർ നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം. വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായി ഇതിനെ കാണുന്നു. കണി ഉരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വിഷുക്കൈനീട്ടം നൽകണമെന്നാണ് പഴമക്കാർ പറയുന്നത്. എങ്കിലും നാണയം കൈനീട്ടമായി നൽകുകയാണ് പതിവ്. ഇപ്പോൾ സൗകര്യത്തിന് നോട്ടുകളും നൽകി വരുന്നു. കയ്യിൽ കിട്ടിയ നാണയമെടുത്ത് സ്വർണവും ധാന്യവും തിരിച്ചും വയ്ക്കും. അതായത് നാണയം മാത്രം എടുത്തിട്ട് സ്വർണ്ണമാണെങ്കിലും ധാന്യമൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ അത് തിരിച്ചു വെക്കും. കൊന്നപ്പൂ കണ്ണോട് ചേർത്തിട്ട് തലയിൽ ചൂടുകയാണ് പതിവ്. ഒരു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകേണ്ടത്. പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത്. എങ്കിലും ഇന്ന് ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞ ആൾക്കാർ മുതിർന്നവർക്കും കൈനീട്ടം നൽകി വരുന്നു. അപ്പോൾ കൈനീട്ടത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്.